ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ലിൻസ സിറാജ്. പ്രധാന വാർത്തകൾ. ഇന്ത്യയുടെ വികസന യാത്രയിൽ വിദ്യാർത്ഥികളുടെ പങ്കാളിത്തം ശക്തമാക്കുന്നതിനായുള്ള വികസിത് ഭാരത് ബിൽഡത്തോണിന് നാളെ തുടക്കമാകും. പോളിയോ നിർമ്മാർജ്ജനം ലക്ഷ്യമിട്ട് രാജ്യമെമ്പാടും ഇന്ന് പൾസ് പോളിയോ പ്രതിരോധ യജ്ഞം നടന്നു. സംസ്ഥാനത്ത് യജ്ഞത്തിന്റെ ഭാഗമായത് 21 ലക്ഷത്തിലധികം കുഞ്ഞുങ്ങൾ. സംസ്ഥാനത്ത് അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് ഇതുവരെ 23 പേർ മരിച്ചതായി മന്ത്രി വീണ ജോർജ്. ജാഗ്രത കർശനമാക്കി ആരോഗ്യവകുപ്പ്. കേരളത്തിൽ വരും ദിവസങ്ങളിൽ അതിശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക്. വനിതാ ഏകദിന ക്രിക്കറ്റ് ലോകകപ്പിൽ ഇന്ത്യയ്ക്കെതിരെ ഓസ്ട്രേലിയയ്ക്ക് 331 റൺസ് വിജയലക്ഷ്യം. സൂപ്പർ ലീഗ് കേരള ഫുട്ബോളിൽ മലപ്പുറം FC കണ്ണൂർ വോറിയേഴ്സ് മത്സരം രാത്രി 7:30. വാർത്തകൾ വിശദമായി. ഇന്ത്യയുടെ വികസന യാത്രയിൽ വിദ്യാർത്ഥികളുടെ പങ്കാളിത്തം ശക്തമാക്കാൻ ലക്ഷ്യമിട്ടുള്ള വികസിത് ഭാരത് ബിൽഡത്തോൺ 2025 നാളെ തുടക്കമാകും. 6 മുതൽ 12 വരെ ക്ലാസുകളിലെ വിദ്യാർത്ഥികളെ ഉൾപ്പെടുത്തി നാളെ രാജ്യവ്യാപകമായി എല്ലാ സ്കൂളുകളിലും തത്സമയ ബിൽഡത്തോൺ നടക്കും. സ്കൂളുകൾക്ക് ഈ മാസം 14 മുതൽ 31 വരെ എൻട്രികൾ സമർപ്പിക്കാം. പോളിയോ നിർമ്മാർജ്ജനം ലക്ഷ്യമിട്ട് രാജ്യമെമ്പാടും ഇന്ന് പൾസ് പോളിയോ പ്രതിരോധ യജ്ഞം നടക്കുന്നു. കേരളത്തിൽ പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം പത്തനംതിട്ട കോഴഞ്ചേരി ഗവൺമെന്റ് ഹൈസ്കൂളിൽ മന്ത്രി വീണ ജോർജ് നിർവഹിച്ചു. കേരളത്തിൽ 5 വയസ്സിന് താഴെയുള്ള 21 ലക്ഷത്തിലധികം കുഞ്ഞുങ്ങൾക്ക് പ്രത്യേകം സജ്ജീകരിച്ച ബൂത്തുകൾ വഴിയാണ് പോളിയോ തുള്ളിമരുന്ന് നൽകിയത്. 22,383 ബൂത്തുകളാണ് ഇതിനായി ഒരുക്കിയത്. സ്കൂളുകൾ, അങ്കണവാടികൾ, വായനശാലകൾ, സർക്കാർ ആരോഗ്യ സ്ഥാപനങ്ങൾ, സ്വകാര്യ ആശുപത്രികൾ എന്നിവിടങ്ങളിലെ ബൂത്തുകൾ രാവിലെ 8 മുതൽ വൈകുന്നേരം 5 വരെ പ്രവർത്തിച്ചു. ബസ് സ്റ്റാൻഡുകൾ, റെയിൽവേ സ്റ്റേഷനുകൾ, വിമാനത്താവളങ്ങൾ, ബോട്ട് ജെട്ടികൾ എന്നിവിടങ്ങളിലെ ട്രാൻസിറ്റ് ബൂത്തുകൾ രാത്രി 8 വരെ പ്രവർത്തിക്കും. ഇന്ന് ബൂത്തുകളിൽ തുള്ളിമരുന്ന് നൽകാൻ കഴിയാത്ത കുഞ്ഞുങ്ങൾക്ക് നാളെയും മറ്റന്നാളും സന്നദ്ധ പ്രവർത്തകർ വീടുകളിലെത്തി തുള്ളിമരുന്ന് നൽകും. സംസ്ഥാനത്ത് അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് ഒരാൾ കൂടി മരിച്ചു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന കൊല്ലം സ്വദേശിനിയാണ് മരിച്ചത്. 48 വയസ്സായിരുന്നു. കഴിഞ്ഞ മാസം നടത്തിയ പരിശോധനയിൽ ഇവർക്ക് രോഗം സ്ഥിരീകരിച്ചിരുന്നു. സംസ്ഥാനത്ത് ആരോഗ്യവകുപ്പ് ജാഗ്രത കർശനമാക്കിയിട്ടുണ്ട്. കെട്ടിക്കിടക്കുന്ന ജലാശയങ്ങളിൽ കുളിക്കുന്നത് ഒഴിവാക്കണമെന്ന് നിർദ്ദേശമുണ്ട്. സംസ്ഥാനത്ത് അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് ഇതുവരെ 23 പേർ മരിച്ചതായി മന്ത്രി വീണ ജോർജ്. ഇതുവരെ 104 കേസുകളാണ് റിപ്പോർട്ട് ചെയ്തത്. കൊല്ലം, തിരുവനന്തപുരം ജില്ലകളിലാണ് കൂടുതൽ രോഗബാധയെന്നും കോഴിക്കോടും മലപ്പുറത്തും കേസുകളുടെ എണ്ണം വർദ്ധിക്കുന്നതായും മന്ത്രി പറഞ്ഞു. സംസ്ഥാന ടൂറിസം വകുപ്പ് സംഘടിപ്പിക്കുന്ന ചാമ്പ്യൻസ് ബോട്ട് ലീഗ് മത്സരം ഇന്ന് ചാലിയാർ പുഴയിൽ നടന്നു. കാസർഗോഡ്, കണ്ണൂർ ജില്ലകളിൽ നിന്നുള്ള 14 ചുരുളൻ വള്ളങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള മത്സരങ്ങൾ മന്ത്രി PA മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്തു. അഴിക്കോടൻ അച്ചാംതുരുത്തി ചാമ്പ്യന്മാരായി. പാലിച്ചോൻ അച്ചാംതുരുത്തി A ടീം 2ാം സ്ഥാനവും AKG പോടോതുരുത്തി A ടീം 3ാം സ്ഥാനവും നേടി. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കോഴിക്കോട് ജില്ലാ പ്രതിനിധി നസീർ ബാബു. കേരളത്തിലെ ആവേശകരമായ പ്രധാന വള്ളംകളി മത്സരങ്ങളെ കോർത്തിണക്കി വള്ളംകളി ലീഗായ ചാമ്പ്യൻസ് ബോട്ട് ലീഗ് സംഘടിപ്പിക്കുന്നത് വള്ളംകളി അന്താരാഷ്ട്ര തലത്തിൽ കൂടുതൽ ജനകീയമാക്കാനും അതുവഴി വിനോദസഞ്ചാരികളെ ആകർഷിക്കാനുമായി സംഘടിപ്പിക്കുന്ന ചാമ്പ്യൻസ് ബോട്ട് ലീഗിന് ചാലിയാർ പുഴയിലാണ് ആതിഥ്യം വഹിച്ചത്. സെപ്റ്റംബർ മുതൽ ഡിസംബർ വരെ നീണ്ടുനിൽക്കുന്ന ചാമ്പ്യൻസ് ബോട്ട് ലീഗിനും ബേപ്പൂരിനു പുറമെ ആലപ്പുഴയിലെ കൈനകരി, പുളിങ്കുന്നം, കരുവാറ്റ, ചെങ്ങന്നൂർ, കായംകുളം, കണ്ണൂരിലെ ധർമ്മടം, കോട്ടയത്തെ താഴത്തങ്ങാടി, കാസർഗോഡ് ചെറുവത്തൂർ, എറണാകുളത്തെ പിറവം, മറൈൻ ഡ്രൈവ്, തൃശൂർ കോട്ടപ്പുറം, കൊല്ലം കല്ലട, അഷ്ടമുടിക്കായൽ എന്നിവിടങ്ങളും അരങ്ങേറും. ശബരിമല സ്വർണ്ണപ്പാളി വിഷയത്തിൽ ഹൈക്കോടതി നിർദ്ദേശപ്രകാരം ജസ്റ്റിസ് ശങ്കരന്റെ നേതൃത്വത്തിൽ ഇന്നും ഇന്നലെയുമായി പരിശോധനകൾ നടന്നു. ഇന്നലെ സന്നിധാനത്തെ താൽക്കാലിക സ്ട്രോങ് റൂമിൽ പരിശോധന ആരംഭിച്ചപ്പോൾ മുതൽ വഴിപാട് സാമഗ്രികളുടെ സ്റ്റോക്ക് രജിസ്റ്റർ, മഹസർ എന്നീ രേഖകൾ തമ്മിലും യഥാർത്ഥ സ്റ്റോക്കുമായും വലിയ വൈരുദ്ധ്യം കണ്ടെത്തിയതായാണ് വിവരം. ദ്വാരപാലക ശില്പങ്ങളുടെ പാളികളും പഴയ വാതിലുകൾ, കട്ടിള എന്നിവ ഉൾപ്പെടെയുള്ളവയുടെ പരിശോധനയും നടന്നു. സന്നിധാനത്തെ പരിശോധന പൂർത്തിയാക്കിയ ശേഷം തങ്കയങ്കിയടക്കം തിരുവാഭരണങ്ങളും വഴിപാട് സാമഗ്രികളും സൂക്ഷിച്ചിട്ടുള്ള ആറന്മുളയിലെ സ്ട്രോങ് റൂമിലും പരിശോധന നടത്തിയിരുന്നു. കൃത്യമായ മാനദണ്ഡങ്ങൾ പാലിച്ചാണ് ശബരിമലയിലെ സ്വർണ്ണപ്പാളി കൊണ്ടുപോയതെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് തിരുവനന്തപുരത്ത് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇത്തവണ സ്വർണ്ണപ്പാളി കൊണ്ടുപോയതിന്റെ ഉത്തരവാദിത്വം ദേവസ്വം ബോർഡിനാണ്. 1998 മുതൽ 2025 വരെയുള്ള ഏത് കാര്യവും ഉദ്യോഗസ്ഥർ അന്വേഷിക്കട്ടെയെന്നും ശബരിമലയുമായി ബന്ധപ്പെട്ട ദുരൂഹതകളെല്ലാം അവസാനിപ്പിക്കണമെന്നാണ് ദേവസ്വം ബോർഡിന്റെ നിലപാടെന്നും PS പ്രശാന്ത് പറഞ്ഞു.
ശബരിമല സ്വർണ്ണപ്പാളി വിഷയത്തിൽ രാഷ്ട്രീയ നേതൃത്വത്തിലുള്ളവർക്ക് പങ്കുണ്ടെന്ന് വ്യക്തമാക്കുന്നതാണ് നിലവിലെ എഫ്ഐആർ എന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. ഈ സാഹചര്യത്തിൽ ഉത്തരവാദിത്വത്തിൽ നിന്നും ഒഴിഞ്ഞുമാറാൻ സർക്കാരിനും ദേവസ്വം വകുപ്പിനും കഴിയില്ല. ദേവസ്വം മന്ത്രി രാജിവെക്കുകയും ഗൂഢാലോചന നടത്തിയ ദേവസ്വം ബോർഡ് പിരിച്ചുവിടുകയും വേണമെന്ന് അദ്ദേഹം പ്രസ്താവനയിൽ ആവശ്യപ്പെട്ടു. കേസിൽ 2019 ദേവസ്വം ബോർഡ് പ്രസിഡന്റും അംഗങ്ങളും പ്രതികളായ സാഹചര്യത്തിൽ അന്നത്തെ ദേവസ്വം മന്ത്രിയുടെ പങ്കിനെക്കുറിച്ചും അന്വേഷിക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടു. ശബരിമലയിൽ സ്വർണ്ണപ്പാളി വിവാദത്തിൽ യുവമോർച്ചയുടെ നേതൃത്വത്തിൽ നാളെ രാവിലെ സെക്രട്ടേറിയറ്റ് മാർച്ച് നടത്തും. ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ മാർച്ച് ഉദ്ഘാടനം ചെയ്യും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. മുനമ്പം വഖഫ് ഭൂമി വിഷയത്തിൽ ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായർ കമ്മീഷൻ ശുപാർശകളിലെ തുടർ നടപടി ചർച്ച ചെയ്യാൻ മുഖ്യമന്ത്രി വിളിച്ച യോഗം നാളെ നടക്കും. ഹൈക്കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ കമ്മീഷൻ ശുപാർശകൾ നടപ്പിലാക്കാനുള്ള തുടർ നടപടികളാണ് ചർച്ച ചെയ്യുക. സുഗന്ധവിളകളുടെ നാടായ ഇടുക്കിയിലെ കിൻഫ്ര സ്പൈസസ് പാർക്കിന്റെ 2ാം ഘട്ട നിർമ്മാണം അതിവേഗം പുരോഗമിക്കുന്നു. തൊടുപുഴയ്ക്കടുത്ത് മുട്ടം തുടങ്ങനാട്ടിലെ 36 ഏക്കറിലാണ് ആധുനിക സൌകര്യങ്ങളോടെയുള്ള സ്പൈസസ് പാർക്ക്. വിശദാംശങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ. നാണ്യവിളകൾക്കും സുഗന്ധവ്യഞ്ജനങ്ങൾക്കും കാർഷിക വിളകൾക്കും ഒരുപോലെ പ്രാധാന്യമുള്ള നാടാണ് ഇടുക്കി. എന്നാൽ വിളകൾക്ക് ആവശ്യമായ വില ലഭിക്കാത്തത് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെ അഭാവമാണ്. കിൻഫ്ര സ്പൈസസ് പാർക്കിൽ വരുന്ന സ്ഥാപനങ്ങളിലൂടെ ഇതിന് പരിഹാരമാകും. ഒരിടത്ത് തന്നെ വിളകളുടെ സംഭരണം, സംസ്കരണം, മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെ വിതരണം തുടങ്ങിയവ സാധ്യമാകും. കാർഷിക വ്യാവസായിക മേഖല ഉണരുന്നതോടൊപ്പം കൂടുതൽ തൊഴിലവസരങ്ങളും സൃഷ്ടിക്കപ്പെടും. 1ാം ഘട്ടത്തിലെ 15 ഏക്കറിൽ 9 ഏക്കർ 11 സ്ഥാപനങ്ങൾക്കായി അനുവദിച്ചു. ഇതിലൂടെ മാത്രം 170 കോടിയോളം രൂപയുടെ നിക്ഷേപവും 600ഓളം തൊഴിലവസരങ്ങളും പ്രതീക്ഷിക്കുന്നത്. 21 ഏക്കറിലാണ് 2ാം ഘട്ടം. ജനുവരിയോടെ നിർമ്മാണം പൂർത്തിയാക്കി കമ്പനികൾക്ക് സ്ഥലം കൈമാറും. ICC വനിതാ ഏകദിന ക്രിക്കറ്റ് ലോകകപ്പിൽ ഇന്ത്യക്കെതിരെ ഓസ്ട്രേലിയയ്ക്ക് 331 റൺസ് വിജയലക്ഷ്യം. ടോസ് നഷ്ടപ്പെട്ട് ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ 48.5 ഓവറിൽ 330 റൺസിന് പുറത്തായി. ഇന്ത്യയ്ക്കായി ഓപ്പണർമാരായ പ്രതിക റാവലും സ്മൃതി മന്ധാനയും അർദ്ധ സെഞ്ചുറി നേടി. ഇന്ത്യക്കെതിരെ ഡൽഹിയിൽ നടക്കുന്ന 2ാം ക്രിക്കറ്റ് ടെസ്റ്റിൽ വെസ്റ്റ് ഇൻഡീസ് പൊരുതുന്നു. 1ാം ഇന്നിംഗ്സിൽ ഫോളോ ഓൺ നേരിട്ട വെസ്റ്റ് ഇൻഡീസ് 3ാം ദിനം കളി നിർത്തുമ്പോൾ 2ാം ഇന്നിംഗ്സിൽ 2 വിക്കറ്റിന് 173 റൺസ് എടുത്തിട്ടുണ്ട്. ആദ്യ ഇന്നിംഗ്സിൽ വെസ്റ്റ് ഇൻഡീസ് 248 റൺസിന് പുറത്തായി. ഇന്ത്യ 1ാം ഇന്നിംഗ്സ് 5ന് 518 റൺസിൽ ഡിക്ലെയർ ചെയ്തിരുന്നു. സൂപ്പർ ലീഗ് കേരള ഫുട്ബോളിൽ ഇന്ന് മലപ്പുറം FC കണ്ണൂർ വോറിയേഴ്സിനെ നേരിടും. മഞ്ചേരി പയ്യനാട് സ്റ്റേഡിയത്തിൽ രാത്രി 7:30 മത്സരം. കേരളത്തിൽ വരും ദിവസങ്ങളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, കോട്ടയം, ആലപ്പുഴ, എറണാകുളം, ഇടുക്കി, തൃശൂർ എന്നീ 8 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. കേരള, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്കുണ്ട്. സംസ്ഥാനത്തെ ആദ്യ ഡിജിറ്റൽ കൃഷിഭവൻ എന്ന ബഹുമതി മലപ്പുറം ജില്ലയിലെ വാഴയൂർ കൃഷിഭവന്. കിസാൻ ഫ്രണ്ട് വെബ് പോർട്ടലിന്റെ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് TP വാസുദേവൻ നിർവഹിച്ചു. വെബ് പോർട്ടൽ നിലവിൽ വന്നതോടെ കൃഷിഭവൻ പൂർണ്ണമായും കടലാസ് രഹിത ഓഫീസായി മാറി. വിഷൻ 2031ന്റെ ഭാഗമായി പൊതുവിദ്യാഭ്യാസ വകുപ്പ് സംഘടിപ്പിക്കുന്ന സംസ്ഥാനതല വികസന സെമിനാർ നാളെ തിരുവനന്തപുരം ടാഗോർ തിയേറ്ററിൽ നടക്കും. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി V. ശിവൻകുട്ടി ചടങ്ങിൽ അധ്യക്ഷത വഹിക്കും. മികവിന്റെ 9 വർഷങ്ങൾ റിപ്പോർട്ട് ചടങ്ങിൽ അവതരിപ്പിക്കും. തുടർന്ന് വിവിധ വിഷയങ്ങളിൽ പാനൽ ചർച്ചകളുമുണ്ടാകും. സംസ്ഥാനത്തിന്റെ കഴിഞ്ഞകാല പുരോഗതി വിലയിരുത്തുന്നതിനും വികസന ലക്ഷ്യങ്ങൾ നിശ്ചയിക്കുന്നതിനുമായി സംഘടിപ്പിക്കുന്ന വിഷൻ 2031 സെമിനാർ നാളെ കൊച്ചിയിൽ നടക്കും. ധനകാര്യ വകുപ്പ് നേട്ടങ്ങളും ഭാവി കാഴ്ചപ്പാടുകളും എന്ന വിഷയത്തിലാണ് സെമിനാർ. മന്ത്രി KN ബാലഗോപാൽ അധ്യക്ഷനാകും. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ത്യയുടെ വികസന യാത്രയിൽ വിദ്യാർത്ഥികളുടെ പങ്കാളിത്തം ശക്തമാക്കുന്നതിനായുള്ള വികസിത് ഭാരത് ബിൽഡത്തോണിന് നാളെ തുടക്കമാകും. പോളിയോ നിർമ്മാർജ്ജനം ലക്ഷ്യമിട്ട് രാജ്യമെമ്പാടും ഇന്ന് പൾസ് പോളിയോ പ്രതിരോധ യജ്ഞം നടന്നു. സംസ്ഥാനത്ത് യജ്ഞത്തിന്റെ ഭാഗമായത് 21 ലക്ഷത്തിലധികം കുഞ്ഞുങ്ങൾ. സംസ്ഥാനത്ത് അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് ഇതുവരെ 23 പേർ മരിച്ചതായി മന്ത്രി വീണ ജോർജ്. ജാഗ്രത കർശനമാക്കി ആരോഗ്യവകുപ്പ്. കേരളത്തിൽ വരും ദിവസങ്ങളിൽ അതിശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരള, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക്. വനിതാ ഏകദിന ക്രിക്കറ്റ് ലോകകപ്പിൽ ഇന്ത്യക്കെതിരെ ഓസ്ട്രേലിയയ്ക്ക് 331 റൺസ് വിജയലക്ഷ്യം. സൂപ്പർ ലീഗ് കേരള ഫുട്ബോളിൽ മലപ്പുറം FC കണ്ണൂർ വോറിയേഴ്സ് മത്സരം രാത്രി 7:30. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.